എന്താ ഭംഗിയല്ല ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ ഇവനെ വെളുപ്പിച്ചെടുത്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മളുടെ പിലോപ്പി മീൻ എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ അമ്മേനെ ഉറക്കപ്പിച്ചെന്ന് വിളിച്ചെഴുന്നേപ്പിച്ചേ. വേണ്ടതേ മീനൊന്ന് വെട്ടിത്തരാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ അത്യാവശ്യം ഞാൻ എല്ലാ മീനും വെട്ടും. എനിക്കങ്ങനെ കുറേ മീൻ വെട്ടാൻ അറിയാവുന്നത് കൊണ്ടിട്ടും അമ്മേനേക്കാളും ഇച്ചിരി സ്പീഡിൽ വെട്ടണം കൊണ്ടും അമ്മ പിന്നെ നമുക്ക് രാവിലെ പോകാൻ ടൈം ആയതുകൊണ്ടും എന്നോട് വെട്ടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വെട്ടാൻ വേണ്ടി കയ്യിലെടുത്തു. ഒരു കണക്കിന് അതിൻ്റെ മുള്ളും പല്ലും ചെതമ്പലും ഒക്കെ, ചെതമ്പലല്ല കേട്ടോ, ആ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞെടുത്തു. അതിൻ്റെ ഒരു സൈഡിലെ മുള്ള് ഭയങ്കര പാടായിരിക്കുമല്ലോ പോരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ രണ്ടാമത്തെ മീനെടുത്തു. അത് ചത്തട്ടില്ല കേട്ടോ, അത് കിടന്ന് പിടക്കുവാണ്. അങ്ങനെ ഞാൻ കുറേ നേരത്തെ മൽപ്പിടുത്തം കഴിഞ്ഞ് അത് വെട്ടിയെടുത്തു. പിന്നെ അതിന് ശേഷം ഇതേ കൊണ്ട് കല്ലിലിട്ട് തേച്ച് നല്ല അടിപൊളിയായിട്ട് ഞാൻ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. പണ്ട് ഞാനിങ്ങനെ അമ്മയൊക്കെ മീൻ വെട്ടണ സമയത്ത് ഞാൻ ഇരുന്ന് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതെല്ലാം പഠിച്ചെടുത്തത്. ഇത് അങ്ങനെ നമ്മുടെ മീനെയൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 വലിയ മീനും ഒരു ചെറിയ മീനും, അധികം വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരിടത്തരം മീൻ. അങ്ങനെ ഞാൻ അതിന് ഒരു കണക്കിന് അതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്തു. പക്ഷെ ഇത്രയും വലിയ കത്തിയുടെ ആവശ്യമില്ലായിരുന്നു. അത് പിന്നെയാണ് മനസ്സിലായത്, അമ്മയാണ് അത് കൊണ്ടുവന്ന് തന്നതേ. അങ്ങനെ ഒരു കണക്കിന് ഞാൻ അതിൻ്റെ തലയും കുടലും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടു. എനിക്കും അപ്പോൾ ഓഫീസിൽ പോകണം രാവിലെ. ഞാനപ്പോൾ കുളിക്കണതിന് മുന്നേ ചെയ്ത് കൊടുക്കാമല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ഇരുന്നതാണ്. പിന്നെ അതൊക്കെ തലയൊക്കെ കളഞ്ഞ് അതൊന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു കത്തി കൊണ്ട് നമുക്ക് വിചാരിക്കണ പോലെ അത് മുറിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ഓടിപ്പോയി നമ്മുടെ കത്രിക എടുത്തിട്ട് വന്നിട്ട് അത് കൊണ്ടിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ വലുതായതുകൊണ്ട് അതിൻ്റെ മുള്ളിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് മുറിക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ പിലോപ്പി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. അത്യാവശ്യം വലുതാണെങ്കിൽ നല്ല പാലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ. പിന്നെ വെട്ടാനും എനിക്കിഷ്ടമാണ്. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ എല്ലാ മീനും വെട്ടി ശീലിച്ചുകൊണ്ട് എനിക്ക് മീൻ വെട്ടാൻ ഇഷ്ടമാണ്. ചെമ്മീനാണ് കേട്ടോ, ചെമ്മീൻ ഞാൻ കിള്ളിയെടുക്കും. ചെമ്മീൻ കിള്ളാനാണ് ഞാൻ ഭയങ്കര എക്സ്പേർട്ട്. നല്ല അടിപൊളിയായിട്ട് വേഗം ഇങ്ങനെ കിള്ളിയെടുക്കും. പക്ഷെ അമ്മക്ക് ചെമ്മീൻ കിള്ളാൻ വേണ്ടിയിട്ട് അത്ര വശമില്ല. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ നമ്മുടെ കട്ട് ചെയ്തെടുക്കാണ്ട് 3ആക്കി കഷ്ണിക്കാനുണ്ടാവില്ല കേട്ടോ. 2 വലുത് ഞാൻ 3ആക്കിയും കഷ്ണിച്ചു. ആ കുഞ്ഞത് ഞാൻ അതേപടി തന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞു വെച്ചു. കാരണം അത് ശരിക്കും ചെറുതായിരുന്നു. അത് ഇനി മുറിക്കാനും ഉണ്ടാവില്ലാനും ഒന്നുമില്ലാനും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ എല്ലാം വിരൽ കൊണ്ട് ഞാൻ എടുത്ത് മാറ്റണുണ്ട് കേട്ടോ. നല്ല ശരിക്കും ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതിന് ഒരെണ്ണത്തിനകത്ത് മാത്രം മറ്റേ മുട്ടയുള്ള മീനായിരുന്നു. ബാക്കി ഈ പിലോപ്പി മീൻ ആയതുകൊണ്ടേ അത് തേച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണല്ലോ. പക്ഷെ അതിനേക്കാളും വലിയ പാടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ വിരലൊക്കെ ഇട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുള്ളും സൈഡിൽ നിന്നൊക്കെ കൊള്ളും. അങ്ങനെ അവസാനത്തെ കുഞ്ഞു മീനും ഞാൻ വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. കറി വെക്കാൻ വേണ്ടിയിട്ടൊരു സമയമില്ല കേട്ടോ. കറി വെക്കണ വീഡിയോ ഞാൻ ഇതിൻ്റെ എടുത്തിട്ടില്ല. കാരണം എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, അമ്മക്കും കമ്പനി പോകാൻ വേണ്ടി ടൈമായി. ഞാൻ എല്ലാം ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അത്യാവശ്യം നന്നായിട്ട് വെളുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മീൻ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാനൊരു തുടക്കക്കാരിയാണ് യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.